ഹലോ, ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ പ്രിഫർ ചെയ്യുന്നോ അത് നിങ്ങളെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഉള്ളി ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്റ്റർഡോ അല്ലെങ്കിൽ ഉലുവ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് വളരെ കുറച്ച് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും അല്ലാതെ നോർമൽ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാല ഇട്ടോ എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ. എന്നിട്ട് അത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതൊക്കെ മാറി നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ഒക്കെ നല്ലപോലെ ഒന്ന് ഒടിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഈവൻലി എല്ലാ മസാലയൊക്കെ ഈവൻലി നല്ലപോലെ എല്ലായിടത്തും ആയതിനു ശേഷം നമുക്കതൊരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ചൂടാവുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മുളക് പൊടി, ഇനി ആവശ്യത്തിനില്ല എരിവിന് അനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മീറ്റ് മസാല നല്ല അടിപൊളി ടേസ്റ്റുള്ള മീറ്റ് മസാലയാണിത്. ഞാൻ ഏത് നോൺ വെജ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഈ മീറ്റ് മസാല തന്നെയാണ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ചിക്കൻ കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റിൽ കുറച്ച് കുരുമുളകും കൂടി, കുരുമുളക് ഇടുമ്പം വേറൊരു ടേസ്റ്റാട്ടോ. എരിവിനനുസരിച്ച് പാകത്തിനുള്ള കുരുമുളകും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്ക് നമുക്ക് അങ്ങനെ വിടാം. ഒന്ന് ചൂടായി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ലാസ്റ്റിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ. സിമ്പിളല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.